ഹലോ, ക്രാഫ്റ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടല്ലോ. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതൊരു ടേബിൾ മേറ്റാണ്. A3 സൈസാണ് വരുന്നത്. അടിപൊളി പ്രോഡക്റ്റാണ്. അടുത്ത് നമുക്ക് കുറച്ച് പെൻസ് കാണാം. നമ്മുടെ മണ്ടയിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള പെന്നാണിത്. ഓരോ പെന്നും ഓരോ പോയിൻ്റ് വൈസാണ് വരുന്നത്. 0.1, 0.2, 0.5 അങ്ങനെ ഓരോ പോയിൻ്റ് വൈസാണ് വരുന്നത്. നല്ല അടിപൊളി പെന്നാണ്. ഇതിന് മൊത്തത്തിൽ എനിക്കൊരു 320 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു 9 പെൻസാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ഇല്യൂഷൻ ആർട്ട്, മണ്ടയിൽ ആർട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഡോംസിൻ്റെ കുറച്ച് ബ്രഷ് പെൻസാണ്. അത് ഒരു കോംബോ പാക്കാണ് വാങ്ങിയിട്ടുള്ളത്. അടിപൊളി ബ്രഷ് പെൻസാണ് ഈ ഡോംസിൻ്റെ. ഞാൻ മുന്നേയും ഈ കമ്പനിയുടെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. അടിപൊളി പ്രോഡക്റ്റാണ്. എല്ലാം നല്ല കവറേജ് തരുന്ന കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ തന്നെ പേസ്റ്റൽ കളേഴ്സും അവൈലബിൾ ആണ്. അതും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം ഡാർക്ക് കളേഴ്സാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡനും സിൽവറും കളർ കൂടി അവർ തരുന്നുണ്ട്. നെക്സ്റ്റ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഗെസ്സോ. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഗെസ്സോ അടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെയിൻറ്റിങ്ങിന് നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. അതാണ് ഗെസ്സോയുടെ പ്രത്യേകത. നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഈ ഗ്ലൂ ഗണ്ണാണ്. എനിക്കൊരു 179 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പെർഫോമൻസ് വളരെ മോശമാണ്. കാരണം നന്നായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ഗ്ലൂ പുറത്തേക്ക് വരുന്നുള്ളൂ. ഗ്ലൂ സ്റ്റിക്ക് കൂടി ഇവർ തരുന്നുണ്ട്. അടുത്ത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള പൈപ്പ് ക്ലീനേഴ്സാണ്. 100 പൈപ്പ് ക്ലീനേഴ്സാണ് മൊത്തത്തിൽ വരുന്നത്. ഒരു കളറ് 10 പീസ് വീതം വരുന്നുണ്ട്. മെയിനായിട്ട് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പൈപ്പ് ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെയുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പൈപ്പ് ക്ലീനേഴ്സ് വെച്ച്. അടുത്ത് വരുന്നത് 6 പോയിൻറ്റ് ബ്രഷുകളാണ്. അതും ഞാൻ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 118 രൂപയാണ് എനിക്കായിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു. നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. മസ്റ്റ് പർച്ചേസ് ആണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സിലിക്കോൺ മോൾഡാണ്. അതും നമ്മുടെ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 2 സിലിക്കോൺ മോൾഡാണ് വന്നിട്ടുള്ളത്. ഒന്നൊരു ചെറുതും ഒന്നൊരു വലുതുമാണ് വന്നിട്ടുള്ളത്. വാങ്ങിച്ചിട്ടുള്ളത് 2 ലേസാണ്. അത് 2 കളറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. വൈറ്റും ബ്ലൂവും കളറിലാണ്. നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 100 രൂപയ്ക്കകത്ത് മാത്രമേ എനിക്കിതിന് ആയിട്ടുള്ളൂ. അത് കോഫി തീമിലുള്ള ക്യൂട്ടായിട്ടുള്ള 5 പെൻസാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇങ്ക് വരുന്നത് ബ്ലൂ കളറിലാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ഗോൾഡൻ സ്ട്രിപ്പായിരുന്നു. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് എനിക്കൊരു 160 രൂപ ആയിട്ടുണ്ടായിരുന്നു. ഇത് സ്നാപ്ഡീലിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് വരുന്നത് ഈ സിൽക്ക മോൾഡാണ്. നമുക്ക് ക്ലേ വെച്ചൊക്കെ ഫ്ലവേഴ്സൊക്കെ പെർഫെക്റ്റായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. 230 രൂപയാണ് ആയിട്ടുള്ളത്. എനിക്ക് മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മീഷോയിലുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ് ക്യാൻവാസ് ബോർഡ്. 121 രൂപയ്ക്ക് എനിക്ക് 9 ക്യാൻവാസ് ബോർഡുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ 9 ക്യാൻവാസ് ബോർഡുകളും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയായിരുന്നു. അതും എനിക്ക് 3 ഒരു സൈസ് വീതം വെച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 3 അതേപോലെ അത്രയ്ക്ക് വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. 121 രൂപയ്ക്ക് ഒരു പ്ലാറ്റ്ഫോമിലും ഇതേപോലുള്ള ക്യാൻവാസ് ബോർഡുകൾ നിങ്ങൾക്ക് കിട്ടൂല.